അവിടുത്തെ റിക്രൂട്ടിംഗ് ഓഫീസർ ചോദിച്ചു, ഓരോരുത്തരോടും ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ജോലി വേണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടെക്നിക്കൽ ജോലി വേണ്ട. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ ടെക്നിക്കൽ ജോലി ട്രേഡിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല, വേണമെങ്കിൽ താഴ്ന്ന ലെവലിൽ ചേർന്നോളുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വേണ്ടെന്നാണ്. പിന്നെ ലോഡ്ജിൽ വന്ന് ആലോചിച്ചപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്യുക, ഒരു ഓപ്പണിങ്ങും ഇല്ല. അന്നത്തെ ആകെയുള്ള ഒരു ഓപ്പണിങ് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആവും പോവുക. എനിക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. അപ്പോൾ അന്ന് രാത്രി ഞാൻ ആലോചിച്ച് ഇതിൽ തന്നെ ചേരുക എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു ഞാൻ ചേർന്നോളാം. ആ മെഡിക്കലിന് പറഞ്ഞയച്ചപ്പോൾ അന്ന് പറ്റിയില്ല. ഞാൻ അകത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരികയാണെങ്കിൽ ഞാൻ നല്ല ട്രേഡ് തരാം, പുതിയ ട്രേഡാണ്, വളരെ ഫ്യൂച്ചറുള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഇതും കൂടെ പറഞ്ഞു. തൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, യു ആർ ഡൺ വെൽ ഇൻ അവർ എക്സാം ഓൾസോ. അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് അങ്ങനെ 10 ദിവസം അവിടെ തന്നെ കൂടി. അച്ഛൻ കുറച്ചും കൂടെ പൈസ അയച്ചു തന്നു മണി ഓർഡറായിട്ട്. അങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ജലഹാലി എന്നും പറഞ്ഞിട്ടൊരു നിൽക്കുന്നുണ്ട്. ബാംഗ്ലൂർ സിറ്റിയുടെ നോർത്ത് സൈഡിലാണ്. ആ ട്രെയിനിങ് ഒരു 1.5 കൊല്ലം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫസ്റ്റ് എയർഫോഴ്സിലത്തെ പോസ്റ്റിങ് ദ്വാരക എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്, ഗുജറാത്തിൽ. അവിടെയായിരുന്നു. അവിടെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫർദർ ട്രെയിനിങ്ങിന് അയച്ചു. ബാംഗ്ലൂർ തന്നെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമൃത്സറിൽ ട്രാൻസ്ഫർ ചെയ്തു.